കുവൈറ്റിലെ യുവജനങ്ങൾ കോവിഡ് കാലത്ത് തുടങ്ങിയ കരുണയുടെ സപ്പോർട്ട് എന്ന സെൽ ഗ്രൂപ്പും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അനുഭവക്കുറിപ്പുകളും. കരുണയുടെ കരസ്പർശം. കുവൈറ്റിൽ നിന്നും അനിൽ തോമസ്. കോവിഡ്-19 എന്ന മഹാമാരിയും ലോക്ക്ഡൗണും കൂടിയുള്ള ഇരട്ട പ്രഹരം കുവൈറ്റിലെ പ്രവാസികളെ ഒട്ടൊന്നുമല്ല തകർത്ത് കളഞ്ഞത്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ സഹായത്തിനായി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ. അപ്പോഴാണ് തികച്ചും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കുവൈറ്റ് ജീസസ് യൂത്ത് കരുണ സപ്പോർട്ട് സെല്ലുമായി മുന്നിട്ടിറങ്ങുന്നത്. പാവങ്ങളോടുള്ള പങ്കുചേരലിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയായി അത് മാറി. ജാതി മത ദേശഭേദമന്യേ ലേബർ ക്യാമ്പുകളിലും അർഹതപ്പെട്ട കുടുംബങ്ങളിലും ഭക്ഷണപ്പൊതികൾ എത്തിക്കുക എന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യുന്നത്. ഒപ്പം ചെറിയ സാമ്പത്തിക സഹായങ്ങളും മാനസിക പിന്തുണയും. ചങ്കുലയ്ക്കുന്ന കാഴ്ചകളും കരളലിയിക്കുന്ന ജീവിതാനുഭവങ്ങളുമാണ് കരുണയുമായി സഹകരിക്കുന്ന യുവജനങ്ങൾ ദിവസേന അഭിമുഖീകരിച്ചിരുന്നത്. കുടുംബത്തിൻ്റെ ഭാരവും ചുമലിൽ പേറി സ്വന്തം നാട്ടിൽ നിന്ന് ഈ മണലാരണ്യത്തിലേക്ക് പറന്നിറങ്ങുകയും എന്നാൽ കോവിഡ് വരുത്തിവെച്ച നാശത്തിൽ തകർന്നുപോയ ആയിരങ്ങളും. അവർക്കെല്ലാം സാധ്യമാകുന്ന രീതിയിലെങ്കിലും ഒരു സാന്ത്വനമാകാൻ കരുണയ്ക്ക് കഴിയുന്നു. ഈ ഒരു പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തി വാക്കുകൾക്കതീതമാണ്. കരുണയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ ഇടപെടൽ പ്രത്യക്ഷമായി തന്നെ അനുഭവിക്കുന്നു. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യപുത്രൻ സർവമഹത്വത്തോടും കൂടി മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി തൻ്റെ വലതുവശത്ത് വേർതിരിച്ചു നിർത്തിയവരോട് അരുൾ ചെയ്യും, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അപ്പോൾ നീതിമാൻ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ കൊറോണ കാലവും കടന്നുപോകും. എങ്കിലും കഷ്ടപ്പാടുകൾക്ക് നടുവിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കത്തിയ കരുണയുടെ, സ്നേഹത്തിൻ്റെ, മറ്റുള്ളവരോടുള്ള കരുതലിൻ്റെ ചെറു തിരിനാളത്തെ അണയാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അതിനാൽ നമ്മുടെ ആശങ്കകളും ജീവിതഭാരങ്ങളും അവൻ്റെ മുമ്പിൽ നമുക്കിറക്കി വയ്ക്കാം. അവൻ്റെ ചാരയിരുന്ന് അവിടുത്തെ സ്നേഹസാന്നിധ്യം നമുക്കനുഭവിക്കാം. അവിടുത്തെ സംരക്ഷണത്തിൻ്റെ ബലത്തിൽ നമ്മുടെ ജീവിതത്തോണി ധൈര്യമായി മുന്നോട്ട് തുഴയാം.